5 വർഷവും 3 മാസവുമായി റുപ്പിമങ് ചാനൽ തുടങ്ങിയിട്ട്, അതായത് 63 മാസം. നമ്മൾ ചാനൽ തുടങ്ങുന്നത് തന്നെ ആളുകൾ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ പറ്റിക്കപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിൽ നിന്ന് അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാനുള്ളൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഈ 63 മാസത്തിന് ശേഷവും പല കാര്യങ്ങളും കാണുമ്പോൾ റുപ്പിമങ് ചാനൽ അങ്ങ് നിർത്തിപ്പോയാലോ എന്നാണ് ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് തംബ്നെയിലിൽ അങ്ങനെ ഒന്ന് ഞാൻ മെൻഷൻ ചെയ്തത്. പക്ഷേ തംബ്നെയിലിൽ അങ്ങനെ മെൻഷൻ ചെയ്ത ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ധാരാളം വാട്സപ്പ് സന്ദേശങ്ങൾ നമ്മളെ തേടിയെത്തുണ്ടായി. എന്തുകൊണ്ട് നിർത്തുന്നു, എന്താണ് നിർത്തുന്നത്, നിർത്തേണ്ട കാര്യമില്ല, ഞങ്ങൾക്കൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോസ് കിട്ടുന്നതാണ്, പിന്നെന്തിനാ നിർത്തുന്നതെന്നൊക്കെ. അപ്പം ഞാൻ അതിൻ്റെ റെസ്പോൺസായിട്ട് അവരോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോയിൽ അതിനെപ്പറ്റി പറയാം. 4 കാര്യങ്ങളാണ് മെയിനായിട്ട് എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേഴ്സണൽ പ്രശ്നങ്ങളൊന്നുമല്ല, പക്ഷേ നമ്മൾ ഇത്രയും ഒരു എഫേർട്ട് എടുത്തിട്ടും, നമ്മൾ ആളുകൾക്ക് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടും ആളുകൾ ഇപ്പോഴും തെറ്റായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 2 ദിവസം മുൻപ് ആണ് ഒരു പുലർച്ചെ സന്ദേശങ്ങൾക്ക് റെസ്പോൺസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മൾക്കൊരു മെസ്സേജ് വന്നത്. 7.5 ലക്ഷം രൂപയാണ് ഈ ടെലിഗ്രാമിൽ കണ്ട ഒരു ഗ്രൂപ്പിലുള്ള ആ ഗ്രൂപ്പിൻ്റെ അഡ്മിന് ക്രിപ്റ്റോ കറൻസിയിൽ 25% ലാഭം കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരാൾ, ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ള ഒരാൾ നഷ്ടപ്പെടുത്തിയത്. 7.5 ലക്ഷം രൂപ നഷ്ടപ്പെടുത്തിയതിന് ശേഷം അവർ ഇനിയും പൈസ ആവശ്യപ്പെട്ടപ്പോഴാണ് അദ്ദേഹം എന്നോട് ചോദിച്ചിട്ട് ഒന്ന് ചെയ്യാമെന്ന് ആലോചിച്ചത്. ആ മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകളും ആള് അയച്ചിട്ടുള്ള മറ്റ് ടെക്സ്റ്റ് ഡീറ്റെയിൽസുകളൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് ഒരു ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു സ്കാമാണ്. നമ്മൾ 100ഓളം വീഡിയോ ഫിനാൻഷ്യൽ തട്ടിപ്പുകളെ പറ്റിയിട്ട് ഇട്ടിട്ടുണ്ട്. അതൊന്നും ആളുകൾക്ക് അങ്ങ് മനസ്സിലായില്ലല്ലോ എന്നുള്ള ഒരു വിഷമം കൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. ഈ ഓസ്ട്രേലിയയിൽ ചെന്നിട്ട് വലിയൊരു തുക ഇങ്ങനെ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ സ്കാമിൽ കളഞ്ഞ ശേഷം രണ്ടാമത് പൈസ ചോദിച്ചപ്പോഴാണ്, വീണ്ടും പൈസ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്തെന്ന് പറഞ്ഞില്ലേ. അപ്പൊ നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൃത്യമായിട്ട് അറിയാത്ത ആളുകളെ, അല്ലെങ്കിൽ ഒരു ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യാത്ത ഒരാളുകൾക്ക് എന്ത് കണ്ടിട്ടാണ് നമ്മൾ നമ്മളുടെ കയ്യിലുള്ള പൈസ കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കണ്ടേ. അദ്ദേഹം പറഞ്ഞു അങ്ങനെ കൊടുത്തുപോയി, പല തവണകളായിട്ട് കൊടുത്തുപോയി, ലാഭം കിട്ടും എന്നുള്ള ഉദ്ദേശത്തിൽ കൊടുത്തുപോയി എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ക്രിപ്റ്റോ കറൻസികളിലൊക്കെ തട്ടിപ്പ് നടക്കുന്ന മെയിൻ ഏരിയയാണ് ക്രിപ്റ്റോ കറൻസി, അതുപോലെ F&O ട്രേഡിങ്, അതുപോലെ ഷെയർ മാർക്കറ്റിൽ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാം എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാർ. ഇവരെല്ലാം ഇതിലൊരു 95% ആളുകളും തട്ടിപ്പായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചേരട്ടെ അല്ലെങ്കിൽ ചേരുന്നതിനെ പറ്റി അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് പരമാവധി ചേരാതിരിക്കുക എന്നുള്ളതാണ്. ചെറിയ ഒരു റിട്ടേൺ ആണ് എന്നുണ്ടെങ്കിലും അത് നമ്മൾക്ക് ക്രെഡിബിലിറ്റി ഉള്ള സ്ഥാപനങ്ങളിൽ നിന്ന്, ക്രെഡിബിലിറ്റി ഉള്ള സംവിധാനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ നമ്മൾ എന്നോ ഒരിക്കൽ കണ്ടിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നോ അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലിൽ നിന്നോ കിട്ടുന്ന ഒരു ഇൻപുട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കുക എന്ന് പറയുന്നത് മഹാമണ്ടത്തരാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സെപ്റ്റംബർ മുതൽ ഒരു ഡിസംബർ വരെയും ഹൈറിച്ച് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തിൻ്റെ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പ്രസ്ഥാനത്തിൻ്റെ തട്ടിപ്പുകളെ തുറന്നു കാട്ടാനായിട്ട് 5-8 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എഫക്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും ആളുകൾ അത് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതോറിറ്റികൾ അത് കൃത്യമായിട്ട് ഇടപെടുകയും ചെയ്തുകൊണ്ട് ഹൈറിച്ച് എഴുതാണ്ട് പൂട്ടിയ അവസ്ഥയിലാണ് എന്നുള്ളതാണ്. ഹൈറിച്ചില്
പൈസ ഇട്ടവർക്ക്, കേസ് കൊടുക്കാത്തവർക്ക് ഒരു രൂപ പോലും തിരിച്ചു കിട്ടാനുള്ള സാധ്യത കാണുന്നില്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഹൈറിച്ച് നടത്തിയ മഹാന്മാർ തന്നെ ഇതാ പുതിയൊരു സ്ഥാപനമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. ആ പുതിയൊരു സ്ഥാപനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യട്ടെ എന്നും ചോദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം വന്നു ഒരു വാട്സപ്പ് മെസ്സേജ്. എന്താണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അതിന്റെ റെസ്പോൺസ് ആയിട്ട് കൊടുത്തത് എന്താന്ന് വെച്ചാൽ എൻ്റെ ഹൈറിച്ചിന്റെ വീഡിയോ സീരീസിന്റെ ഒരു ലിങ്ക് അവർക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ എന്താണെങ്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഈ ഹൈറിച്ച് പൊട്ടി എന്ന് ഉറപ്പായപ്പോൾ അതില് പണിയെടുത്ത് ജീവിക്കാൻ താല്പര്യമില്ലാത്ത ലീഡർമാര് ആണ് മിക്കവാറും ഈ ഹൈറിച്ചിലൊക്കെ ചേർന്ന് ലീഡർമാരായിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. അപ്പോ അത്തരം ആൾക്കാരെ തട്ടിച്ചും വെട്ടിച്ചും ആയാലും പൈസ ഉണ്ടാക്കിയാൽ മതി എന്ന് അന്വേഷിച്ച് നടക്കുന്ന കുറെ കറുത്ത കരങ്ങളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ശ്രീനാ പ്രതാപന്റെയും ഈ തട്ടിപ്പുകളെ പറ്റിയിട്ട് തുറന്നു കാണിക്കുന്നതിന് നമ്മളുടെ ജീവന് വരെ ഭീഷണി ഉണ്ടാവുന്ന തരത്തിലുള്ള ഭീഷണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായ സമയത്ത് പോലും തെറ്റായിട്ടുള്ള ഒരു കാര്യത്തിനെ എക്സ്പോസ് ചെയ്യുന്നു, ഒരു സോഷ്യൽ കോസ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയിട്ടുള്ളതാണ്. അത് കുറെ ആളുകൾ അത് മനസ്സിലാക്കി. എന്നിട്ടും അറിയാത്ത ആളുകൾ ധാരാളം പേരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോകളൊക്കെ ഒന്ന് ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറെ കൂടെ അവയർനെസ് നാട്ടിലുണ്ടാവും എന്ന് തോന്നുന്നു. അപ്പൊ അത് പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഈ കാര്യത്തിൽ നിന്ന് പിന്മാറാനായിട്ട് ഉദ്ദേശിക്കുന്നതിന് ഒരു റീസൺ എന്താന്ന് വെച്ചാൽ അത് പണ്ട് മുതലേ ഉള്ള റീസൺ ആണോ. ഞാൻ ഏകദേശം ഒരു 24 കൊല്ലം മുൻപ് ജോലി തുടങ്ങിയ സമയത്ത് തന്നെ ഉള്ള ഒരു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തട്ടിപ്പാണ് ഇൻഷുറൻസ് തട്ടിപ്പ്. കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചു, ക്ലാസ് 4 ജീവനക്കാരനായിട്ട് പിരിഞ്ഞു വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് 10 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹം അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബാങ്കിൽ ഈ 10 ലക്ഷം രൂപ നിക്ഷേപിക്കാനായിട്ട് ചെന്നപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു, ഈ 10 ലക്ഷം രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7%, 7.25% കിട്ടുക. പക്ഷെ 15% കിട്ടുന്ന ഒരു പദ്ധതി ഉണ്ട്, അതിൽ ചേരാം, ഇതാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഏതാണ്ട് കുപ്പിയിലാക്കാൻ നോക്കിയതാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ആൾക്ക് നമ്മളുടെ നമ്പർ ഉണ്ടായിരുന്നു. വിളിച്ചപ്പോൾ ആ സ്കീമിന്റെ പേര് എന്നോട് ഞാൻ ചോദിച്ചു. അപ്പോൾ എനിക്കത് പറഞ്ഞു തന്നു. സ്കീം എന്തായിരുന്നു വെച്ചാൽ ഓരോ വർഷവും 10 ലക്ഷം രൂപ അടുത്തൊരു 5 വർഷത്തേക്ക് ഇടുക, അതിനുശേഷം 3-4 വർഷത്തിന് ശേഷം ഒരു തുകയായിട്ട് കിട്ടുക എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ ആകെയുള്ളത് 10 ലക്ഷമാണ്. അതാണ് ഈ ബാങ്കിലുള്ള ഈ കമ്മീഷൻ കൊതിയന്മാരായിട്ടുള്ള ഏജന്റുമാരും മാനേജർമാരും ഒക്കെ അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് ആകെയുള്ള 10 ലക്ഷം ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് അങ്ങ് അടച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാവുന്ന കമ്മീഷൻ മേടിച്ചു പോകാമല്ലോ, ബാക്കി ഇയാൾ അടയ്ക്കാതിരുന്നാൽ ചെയ്താൽ അവർക്കൊരു കുഴപ്പമില്ലല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തത്. ഇത്തരം കള്ളനാണയങ്ങൾ ധാരാളം ഉണ്ട്. നമ്മൾ പറഞ്ഞ് വശം കെട്ട് കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നുള്ളൊരു ചിന്തയിൽ എത്തുന്നത്. അടുത്തത് ഇതിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെ വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നമുക്കൊരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ടിന് വേണ്ടി കോണ്ടാക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് കേട്ടോ. അദ്ദേഹം കോണ്ടാക്ട് ചെയ്തപ്പോൾ ഞാൻ കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹത്തിന് ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ഡീറ്റെയിൽസ് മനസ്സിലാക്കിക്കൊണ്ട് അത് സപ്പോർട്ട് തരാം. നമ്മുടെ പെയ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ അത്. അപ്പൊ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് റിസ്ക് ഉണ്ട് എന്ന് ആണ് അദ്ദേഹത്തിന്റെ കൺസേൺ. സ്റ്റോക്ക് മാർക്കറ്റ് ഇടിച്ചു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിന് കാര്യമായിട്ടുള്ള ക്ഷതം പറ്റില്ലേ? ഞാൻ പറഞ്ഞു, മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഭം മാത്രം കിട്ടുന്ന ഒരു സംഗതിയല്ല. മാർക്കറ്റ് മോശമാകുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ നഷ്ടം ഉണ്ടാവും. പക്ഷെ ഒരു ഓവർ ദ ലോങ് റൺ നമുക്ക് അത്യാവശ്യം തെറ്റില്ലാത്തൊരു റിട്ടേൺ കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, മുൻകാലങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. 10-20 കൊല്ലമായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ചാൽ പ്ലാനൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിന് പകരമായിട്ട് അദ്ദേഹം പോസ്റ്റ് ഓഫീസ് സ്കീമുകളിലും മറ്റുള്ള കുറച്ച് സ്കീമുകളിലൊക്കെ ചെയ്തു. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്നെ വീണ്ടും വിളിച്ചു. 12 ലക്ഷം രൂപയാണ് ഇൻഡോറിലുള്ള ഒരു തട്ടിപ്പുകാരന്റെ കയ്യിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഹാൻഡ്ലിങ്ങിന് വേണ്ടി കൊടുത്ത് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. 12 ലക്ഷം രൂപ.
മ്യൂച്വൽ ഫണ്ടിന് 10,000 രൂപ ഇടുമ്പോൾ ഒരു വർഷം ഏകദേശം ഒരു 100 രൂപയോളൊക്കെ കമ്മീഷൻ പോവും എന്ന് പറഞ്ഞപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇടാതെ പോയ ആളാണ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ 12 ലക്ഷം രൂപ ഇൻഡോറിൽ ഫോൺ ചെയ്ത് മാത്രം പരിചയമുള്ള ഒരാൾക്ക് കൈമാറി നഷ്ടം വരുത്തിയത്. ഞാൻ ചോദിച്ചാൽ എന്ത് കണ്ടിട്ട് ഈ 12 ലക്ഷം രൂപ അങ്ങനെ കൊടുത്തത്? അല്ല, ആള് പറഞ്ഞു 50% ലാഭം എന്തായാലും ഉണ്ടാവും, അപ്പോ ഉറപ്പായിട്ടുള്ള ലാഭമാണ്, ചാർജ് ആണെന്നുണ്ടെങ്കിൽ അവര് 2% ചാർജ് എടുക്കുള്ളൂ, ബാക്കി 48% നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞു. ശരി, 48% ഇപ്പൊ കിട്ടിയല്ലോ എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. എങ്കിലും ഈ റെഗുലേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, വലിയ അസറ്റ് മാനേജ്മെന്റ് കമ്പനികളുടെ സ്കീമുകളിലൊക്കെ 1% കമ്മീഷൻ കൊടുക്കാൻ മടിക്കുകയും അതേസമയം തന്നെ ഒരു ഫോൺ കോളിന്റെ ബലത്തിൽ മാത്രം സംസാരിക്കുന്ന ആൾക്ക് 10-12 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ചെയ്തോ വികാരമാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മള് ഈ തട്ടിപ്പുകളെ പറ്റിയിട്ടും 4-5 വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ധാരാളം ആളുകൾ കാണുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നോ രക്ഷ. ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സ് മടുത്തു പോകുന്നത്. ഞാൻ ഈ കാര്യം ആളുകളോട് സംസാരിച്ചപ്പോൾ, 1-2 ആളുകളോട്, നമ്മുടെ സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഈ വീഡിയോ ഇട്ടാലും ഇട്ടില്ലെങ്കിലും തട്ടിപ്പുകളിൽ ചെന്ന് വീഴാൻ ഉദ്ദേശിക്കുന്ന ആള് മിക്കവാറും വീഴാൻ തന്നെയാണ് സാധ്യത. ഇത് കണ്ട് മനസ്സിലാക്കി ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്ന ഒരാൾ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള രക്ഷപ്പെടാനുള്ള ഒരാളെ എങ്കിലും നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ അത് നല്ലതല്ലേ എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചാനൽ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ദൗത്യത്തിൽ നിന്ന് ഞാൻ പിന്മാറാനായിട്ട് പോകുന്നത്. അതായത് ചാനൽ തുടർന്നും കണ്ടിന്യൂ ചെയ്യും, ഇതുപോലുള്ള തട്ടിപ്പുകളെ പറ്റിയിട്ടും അതോടൊപ്പം തന്നെ നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റികളെ പറ്റിയിട്ടും പറയുന്ന വീഡിയോസ് ഇനിയും റുപ്യമെങ്കിലും ഉണ്ടാവും. അത് കണ്ടുകൊണ്ട് സഹകരിക്കുക. നമ്മൾ റീസെൻ്റ്ലി ചെയ്തിട്ടുള്ള 2 വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്കൂടെ കാണാം. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.